ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ മോക്ക് ടെസ്റ്റാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഇതിൽ 100 ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആദ്യം ക്വസ്റ്റ്യൻ മാത്രമേ പറയുള്ളൂ. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്രയാണ് ഓരോരുത്തരുടെയും മാർക്ക് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ഗ്രീക്ക് ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടൽ, പസഫിക് കടൽ, അറ്റ്ലാന്റിക് കടൽ, ശാന്തസമുദ്രം കടൽ. 2. പുരാതന കാലത്ത് ഗ്രീസ് അറിയപ്പെട്ടിരുന്നത് എ. ഹല്ലാസ്, ബി. ഏഥൻസ്, സി. സ്പാർട്ട, സി. അയോണിയ. 3. ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തുകയും ബിന്ദു, രേഖ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്ത ഗ്രീക്ക് ചിന്തകൻ എ. എറാസ്തോസ്തനീസ്, ബി. ഹിപ്പാർക്കസ്, സി. ഡ്രാക്കോ, ഡി. അരിസ്റ്റോട്ടിൽ. 4. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ആദ്യമായി കണ്ടെത്തിയത് എ. ഹിപ്പോക്രാറ്റസ്, ബി. ഹിപ്പാർക്കസ്, സി. പൈതഗോറസ്, ഡി. യൂക്ലിഡ്. 5. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് എ. റോം, ബി. ഇറ്റലി, സി. ഫ്രാൻസ്, ഡി. ഗ്രീസ്. 6. ആദ്യമായി ജനാധിപത്യം, അതായത് പ്രത്യക്ഷ ജനാധിപത്യം നിലവിൽ വന്ന ഗ്രീസിലെ സ്ഥലം എ. ഏഥൻസ്, ബി. സ്പാർട്ട, സി. കൊറിന്ത്, ഡി. പാർത്തിനോൺ. 7. ഏഥൻസിലെ ആദ്യ നിയമപരിഷ്കർത്താവ് ഓപ്ഷൻ എ. ഡ്രാക്കോ, ബി. ജസ്റ്റീനിയൻ, സി. സോളൻ, ഡി. സീനോ. 8. സൈനിക സ്വേച്ഛാധിപത്യം നിലനിന്നിരുന്ന ഗ്രീസിലെ ദ്വീപ് എ. ഏഥൻസ്, ബി. കൊറിന്ത്, സി. പാർത്തനോൺ, ഡി. സ്പാർട്ട. 9. ഏഥൻസുകാർക്ക് ആദ്യമായി ഒരു നിയമം സംഭാവന ചെയ്ത വ്യക്തി ഓപ്ഷൻ എ. ഹോമർ, ബി. ഡ്രാക്കോ, സി. ജസ്റ്റീനിയൻ, ഡി. സീനോ. ചോദ്യം നമ്പർ 10. ഗ്രീക്ക് ജനാധിപത്യത്തിൻ്റെ പിതാവ് ഓപ്ഷൻ എ. ക്ലിസ്തനീസ്, ബി. ഡയസ്തനീസ്, സി. ആർക്കിലോക്കസ്, ഡി. ഹെറോഫിലസ്. 11. വ്യക്തിവാദത്തിൻ്റെ പിതാവ് ഓപ്ഷൻ എ. ഹോമർ, ബി. ഡ്രാക്കോ, സി. ജസ്റ്റീനിയൻ, ഡി. സീനോ. 12. പ്രസംഗകലയുടെ പിതാവ് ഓപ്ഷൻ എ. അക്കിലാസ്, ഓപ്ഷൻ ബി. ഡയസ്തനീസ്, ഓപ്ഷൻ സി. ക്ലിസ്തനീസ്, ഓപ്ഷൻ ഡി. ഹെറോഫിലസ്. 13. ശരീരവിച്ഛേദന ശാസ്ത്രത്തിൻ്റെ, അതായത് അനാട്ടമിയുടെ പിതാവ് ഓപ്ഷൻ എ. ഡെമോസ്തനീസ്, ഓപ്ഷൻ ബി. സീനോ, ഓപ്ഷൻ സി. തെയ്തൽസ്, ഓപ്ഷൻ ഡി. ഹെറോഫിലസ്. 14. അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ. ഗുട്ടൻബർഗ്, ഓപ്ഷൻ ബി. ഹെറോഫിലസ്, ഓപ്ഷൻ സി. സീനോ, ഓപ്ഷൻ ഡി. തെയ്തൽസ്. 15. കാവ്യമീമാംസ, രാഷ്ട്രമീമാംസ എന്നിവ രചിച്ച തത്വചിന്തകൻ ഓപ്ഷൻ എ. ഡെമോസ്തനീസ്, ഓപ്ഷൻ ബി. പ്ലേറ്റോ, ഓപ്ഷൻ സി. അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി. സോക്രട്ടീസ്. 16. ലോകത്തിലെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായി കരുതപ്പെടുന്നത് ഓപ്ഷൻ എ. പ്ലേറ്റോ, ഓപ്ഷൻ ബി. യൂറിപ്പിഡസ്, ഓപ്ഷൻ സി. പെരിക്ലിയസ്, ഓപ്ഷൻ ഡി. അരിസ്റ്റോട്ടിൽ. 17. പ്ലേറ്റോയുടെ പ്രസിദ്ധമായ കൃതി ഓപ്ഷൻ എ. റിപ്പബ്ലിക് ആൻഡ് സിമ്പോസിയം, ഓപ്ഷൻ ബി. ആന്റിഗണി ഇലക്ട്ര, ഓപ്ഷൻ സി. ഒഡീസി ഇലക്ട്ര, ഓപ്ഷൻ ഡി. പ്രൊമിത്യൂസ് ആന്റിഗണി. 18. ഹോമർ എഴുതിയ പ്രസിദ്ധ ഇതിഹാസങ്ങൾ ഓപ്ഷൻ എ. ഇലിയഡ്, ഒഡീസി, ഓപ്ഷൻ ബി. പ്രൊമിത്യൂസ്, അഗയനോൺ, ഓപ്ഷൻ സി. ആന്റിഗണി ഇലക്ട്ര, ഓപ്ഷൻ ഡി. അഗയനോൺ, ദി ട്രോജൻ വുമൺ. 19. ആന്റിഗണി ഇലക്ട്ര എന്നീ ദുരന്ത നാടകങ്ങളുടെ കർത്താവ് ഓപ്ഷൻ എ. സോഫോക്ലിസ്, ഓപ്ഷൻ ബി. പ്ലേറ്റോ, ഓപ്ഷൻ സി. അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി. ഹോമർ. 20. ആക്കിലാസിൻ്റെ പ്രസിദ്ധമായ നാടകം ഓപ്ഷൻ എ. പ്രൊമിത്യൂസ് അഗയനോൺ, ഓപ്ഷൻ ബി. പ്രൊമിത്യൂസ് ഇലക്ട്ര, ഓപ്ഷൻ സി. ആന്റിഗണി ഇലക്ട്ര, ഓപ്ഷൻ ഡി. അഗയനോൺ, ദി ട്രോജൻ വുമൺ. 21. ട്രോജൻ വുമൺ എന്ന പ്രസിദ്ധ നാടകത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ എ. യൂറിപ്പിഡാസ്, ഓപ്ഷൻ ബി. ടോളമി, ഓപ്ഷൻ സി. പ്ലേറ്റോ, ഓപ്ഷൻ ഡി. അരിസ്റ്റോട്ടിൽ. 22. ടോളമി എഴുതിയ പ്രസിദ്ധ ഗ്രന്ഥം ഓപ്ഷൻ എ. റിപ്പബ്ലിക്, ഓപ്ഷൻ ബി. ജോഗ്രഫി, ഓപ്ഷൻ സി. ഹിസ്റ്റോറിക്ക, ഓപ്ഷൻ ഡി. ഉട്ടോപ്പിയ. 23. പാർത്തനോൺ ക്ഷേത്രം പണികഴിപ്പിച്ച ഏഥൻസിലെ രാജാവ് ഓപ്ഷൻ എ.
ഫെറോഫിലസ്, ഓപ്ഷൻ ബി സീനോ, ഓപ്ഷൻ സി തെയ്തൽസ്, ഓപ്ഷൻ ഡി പെരിക്ലിയാസ്. 24. BC 399 വധിക്കപ്പെട്ട തത്വചിന്തകൻ. ഓപ്ഷൻ എ പ്ലേറ്റോ, ഓപ്ഷൻ ബി ഹോമർ, ഓപ്ഷൻ സി തിയോഡോഷ്യസ്, ഓപ്ഷൻ ഡി സോക്രട്ടീസ്. 25. ഗുരുവിന് വിഷം നൽകാൻ വിധിക്കപ്പെട്ട സോക്രട്ടീസിന്റെ ശിഷ്യൻ. ഓപ്ഷൻ എ പ്ലേറ്റോ, ഓപ്ഷൻ ബി ടോളമി, ഓപ്ഷൻ സി സിയൂസ്, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ. 26. പ്ലേറ്റോയുടെ യഥാർത്ഥ പേര്. ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ബി യൂറിപ്പിഡസ്, ഓപ്ഷൻ സി അരിസ്റ്റോക്ലിസ്, ഓപ്ഷൻ ഡി തിയോഡോഷ്യസ്. 27. സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ പ്ലേറ്റോ, ഓപ്ഷൻ ബി യൂറിപ്പിഡസ്, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി ഹോമർ. 28. ഒരു വ്യക്തി പ്രകൃതി അവൻ്റേതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ് എന്നു പറഞ്ഞത്. ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ബി പ്ലേറ്റോ, ഓപ്ഷൻ സി ഹോമർ, ഓപ്ഷൻ ഡി തിയോഡോഷ്യസ്. 29. പ്രസിദ്ധനായ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ അനക്സഗോറസ് ആൻഡ് യൂക്ലിഡ്, ഓപ്ഷൻ ബി പ്ലേറ്റോ ആൻഡ് ഹോമർ, ഓപ്ഷൻ സി യൂറിപ്പിഡസ് ആൻഡ് ടോളമി, ഓപ്ഷൻ ഡി സോഫോക്ലിസ് ആൻഡ് പ്ലേറ്റോ. 30. ഒരു കൃതി പോലും എഴുതാതെ പ്രസിദ്ധനായ ഗ്രീക്ക് തത്വചിന്തകൻ. ഓപ്ഷൻ എ സോക്രട്ടീസ്, ഓപ്ഷൻ ബി പ്ലേറ്റോ, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി ഡെമോസ്തനീസ്. 31. വിദ്യാഭ്യാസ മേഖലയ്ക്ക് സോക്രട്ടീസ് നൽകിയ സംഭാവന. ഓപ്ഷൻ എ ചോദ്യരീതി, ബി അന്വേഷണ രീതി, സി പ്രോജക്റ്റ് രീതി, ഡി ഗവേഷണ രീതി. 32. ഗ്രീക്ക് സംസ്കാരത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന സംസ്കാരം. ഓപ്ഷൻ എ ഏഷ്യൻ സംസ്കാരം, ബി റോമൻ സംസ്കാരം, സി മായൻ സംസ്കാരം, ഡി സുമേറിയൻ സംസ്കാരം. 33. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആരംഭമെന്നും പുരാതന ഒളിമ്പിക്സിൻ്റെ ആരംഭമെന്നും കരുതപ്പെടുന്ന വർഷം. BC 779, BC 776, ഓപ്ഷൻ സി BC 771, ഓപ്ഷൻ ഡി BC 770. 34. ലോക ചരിത്രത്തിൽ ക്ലാസിക്കൽ സംസ്കാരം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഗ്രീക്ക് സംസ്കാരം, ബി റോമൻ സംസ്കാരം, സി മായൻ സംസ്കാരം, ഡി സുമേറിയൻ സംസ്കാരം. 35. ഗ്രീക്ക് സാഹിത്യം അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഹെലനിക് സംസ്കാരം, ഓപ്ഷൻ ബി ഏഷ്യൻ സംസ്കാരം, സി പ്രൊട്ടസ്റ്റന്റ് സംസ്കാരം, ഡി റിപ്പബ്ലിക്കൻ സംസ്കാരം. 36. ഗ്രീക്കിലെ ഇതിഹാസങ്ങൾ രചിച്ചത്. ഓപ്ഷൻ എ സോക്രട്ടീസ്, ബി പ്ലേറ്റോ, സി അരിസ്റ്റോട്ടിൽ, ഡി ഹോമർ. 37. ഗ്രീക്കിലെ അറിയപ്പെടുന്ന വാഗ്മി. ഓപ്ഷൻ എ സോക്രട്ടീസ്, ബി പ്ലേറ്റോ, സി അരിസ്റ്റോട്ടിൽ, ഡി ഹോമർ. അലക്സാണ്ടർ ദി ഗ്രേറ്റിൻ്റെ ഗുരു. ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ, ബി സോക്രട്ടീസ്, സി പ്ലേറ്റോ, ഡി അരിസ്റ്റോക്ലിസ്. 39. റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചത്. ഓപ്ഷൻ എ പ്ലേറ്റോ, ഓപ്ഷൻ ബി അരിസ്റ്റോഫാൻസ്, ഓപ്ഷൻ സി സോക്രട്ടീസ്, ഡി ഡെമോസ്തനീസ്. 40. ഏഥൻസും സ്പാർട്ടയും തമ്മിൽ നടന്ന യുദ്ധം. ഓപ്ഷൻ എ പെലോപ്പനീഷ്യൻ യുദ്ധം, ഓപ്ഷൻ ബി പ്യൂണിക് യുദ്ധം, ഓപ്ഷൻ സി കലിംഗ യുദ്ധം, ഓപ്ഷൻ ഡി സപ്തവത്സര യുദ്ധം. 41. അഥീനിയൻ രാജപത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ക്ലിസ്തനീസ്, ഓപ്ഷൻ ബി തെയിൽതൻസ്, ഓപ്ഷൻ സി ഹെറോഫിലസ്, ഓപ്ഷൻ ഡി ഹോമർ. 42. റോമാ നഗരം സ്ഥാപിതമായത് എന്ന്. ഓപ്ഷൻ എ BC 753, ഓപ്ഷൻ ബി BC 735, ഓപ്ഷൻ സി BC 752, ഓപ്ഷൻ ഡി BC 750. 43. അഥീനിയൻ രാജപത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ക്ലിസ്തനീസ്, ഓപ്ഷൻ ബി തെയ്തൽസ്, ഓപ്ഷൻ സി ഹെറോഫിലസ്, ഓപ്ഷൻ ഡി ഹോമർ. 44. ഗ്രീക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഗുട്ടൻബർഗ്, ഓപ്ഷൻ ബി ഹെറോഫിലസ്, ഓപ്ഷൻ സി സീനോ, ഓപ്ഷൻ ഡി തെയ്തൽസ്. 45. ഓസ്ട്രിസിസം. രാജ്യദ്രോഹികളെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമം ആവിഷ്കരിച്ചത്. ഓപ്ഷൻ എ ഹെറോഫിലസ്, ഓപ്ഷൻ ബി ക്ലിസ്തനീസ്, ഓപ്ഷൻ സി ഹോമർ, ഓപ്ഷൻ ഡി തിയോഡോഷ്യസ്. 46. റോമിൻ്റെ ശബ്ദമെന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ വെർജിൻ, ഓപ്ഷൻ ബി ഒക്ടോവിയസ്, ഓപ്ഷൻ സി അലക്സാണ്ടർ, ഓപ്ഷൻ ഡി ഹോമർ. 47. റോമും കാർത്തേജും തമ്മിൽ നടന്ന യുദ്ധം. ഓപ്ഷൻ എ സപ്തവത്സര യുദ്ധം, ഓപ്ഷൻ ബി പ്യൂണിക് യുദ്ധം, ഓപ്ഷൻ സി ലോകമഹായുദ്ധം, ഓപ്ഷൻ ഡി കറുപ്പ് യുദ്ധം. 48. സ്വന്തം കുതിരയെ രാജപ്രതിനിധിയായി പ്രഖ്യാപിച്ച റോമിലെ ചക്രവർത്തി. ഓപ്ഷൻ എ ഒക്ടോവിയസ്, ഓപ്ഷൻ ബി കലിഗുണ, ഓപ്ഷൻ സി ക്രാറ്റസ്, ഓപ്ഷൻ ഡി അലക്സാണ്ടർ.
49. ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? ഓപ്ഷൻ എ എത്തോപ്യ, ഓപ്ഷൻ ബി റോം, ഓപ്ഷൻ സി ബാഗ്ദാദ്, ഓപ്ഷൻ ഡി കോൺസ്റ്റാന്റിനോപ്പിൾ. 50. റോമിലെ ഉന്നത സഭ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പ്ലബിയൻസ്, ഓപ്ഷൻ ബി പെട്രീഷ്യൻ, ഓപ്ഷൻ സി അക്കാദമി, ഓപ്ഷൻ ഡി സെനറ്റ്. 51. റോമിലെ സാധാരണക്കാരുടെ സഭ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കോൺഗ്രസ്, ഓപ്ഷൻ ബി പെട്രീഷ്യൻ, ഓപ്ഷൻ സി അക്കാദമി, ഓപ്ഷൻ സി പ്ലബിയന്മാർ. 52. റോമിലെ ആദ്യത്തെ ചക്രവർത്തി ആരായിരുന്നു? ഓപ്ഷൻ എ ജൂലിയസ് സീസർ, ഓപ്ഷൻ ബി ക്രറ്റസ്, ഓപ്ഷൻ സി ഒക്ടോവിയസ്, ഓപ്ഷൻ ഡി പോംപെ. 53. റോമിലെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? ഓപ്ഷൻ എ സീസറുടെ കാലം, ഓപ്ഷൻ ബി ക്രാറ്റസിൻ്റെ കാലം, ഓപ്ഷൻ സി ഒക്ടോവിയൻ്റെ കാലം, ഓപ്ഷൻ ഡി പോംപെയുടെ കാലം. 54. ലോകത്തിലെ ആദ്യത്തെ ത്രയാംഗ ഭരണ സംവിധാനം നിലവിൽ വന്നത്? ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി ഗ്രീക്ക്, ഓപ്ഷൻ സി ഇറ്റലി, ഓപ്ഷൻ ഡി ജർമ്മനി. 55. ആദ്യ ത്രയാംഗ ഭരണ സംവിധാനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കൗൺസിൽ, ഓപ്ഷൻ ബി ട്രയംവറേറ്റ്, ഓപ്ഷൻ സി കോൺഗ്രസ്, ഓപ്ഷൻ സി ഡി അക്കാദമി. 56. ആദ്യ ത്രയാംഗ ഭരണ സംവിധാനത്തിലെ അംഗങ്ങൾ? ഓപ്ഷൻ എ ജൂലിയസ് സീസർ, ക്രാറ്റസ്, പോംപെ, ഓപ്ഷൻ ബി ഒക്ടോവിയസ്, കലിഗുണ, അലക്സാണ്ടർ, ഓപ്ഷൻ സി ക്രാറ്റസ്, ആന്റണി, ലെപ്പിഡസ്, ഓപ്ഷൻ ഡി ഒക്ടോവിയസ്, ക്രാറ്റസ്, കലിഗുണ. 57. ആരുടെ ബഹുമാനാർത്ഥമാണ് ഗ്രിഗേറിയൻ കലണ്ടറിലെ 7-ാം മാസത്തിന് ജൂലൈ എന്ന് നാമകരണം ചെയ്തത്? ഓപ്ഷൻ എ ജൂലിയസ് സീസർ, ബി ജൂപ്പിറ്റർ, സി ഒക്ടോവിയസ്, ഡി ഷേക്സ്പിയർ. 58. ഒക്ടേവിയൻ സീസറുടെ ഭരണകാലം? ഓപ്ഷൻ എ ബി സി 27 മുതൽ എ ഡി 14 വരെ, ഓപ്ഷൻ ബി ബി സി 23 മുതൽ എ ഡി 12 വരെ, ഓപ്ഷൻ സി ബി സി 28 മുതൽ എ ഡി 18 വരെ, ഓപ്ഷൻ ഡി ബി സി 21 മുതൽ എ ഡി 11 വരെ. 59. ഇംപറേറ്റർ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? ഓപ്ഷൻ എ അഗസ്റ്റസ് സീസർ, ഓപ്ഷൻ ബി അലക്സാണ്ടർ, ഓപ്ഷൻ സി ആന്റണി, ഓപ്ഷൻ ഡി ലെപ്പിഡസ്. 60. രണ്ടാമത്തെ ത്രയാംഗ മന്ത്രിസഭയിലെ അംഗങ്ങൾ? ഓപ്ഷൻ എ അഗസ്റ്റസ് സീസർ, ആന്റണി, ലെപ്പിഡസ്, ഓപ്ഷൻ ബി ജൂലിയസ് സീസർ, ക്രാറ്റസ്, പോംപെ, ഓപ്ഷൻ സി ഒക്ടോവിയസ്, കലിഗുണ, അലക്സാണ്ടർ, ഓപ്ഷൻ ഡി ക്രാറ്റസ്, ലെപ്പിഡസ്, ആന്റണി. 61. റോമൻ സമാധാനം പാക്സ് റൊമാന നിലവിൽ വന്നത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻ എ അഗസ്റ്റസ് സീസറുടെ ഭരണകാലം, ഓപ്ഷൻ ബി കാഷ്യസിൻ്റെ ഭരണകാലം, ഓപ്ഷൻ സി ഒക്ടോവിയൻ്റെ കാലഘട്ടം, ഓപ്ഷൻ ഡി അലക്സാണ്ടറിൻ്റെ കാലഘട്ടം. 62. പ്യൂണിക് യുദ്ധത്തിൽ റോമിനെതിരെ കാർത്തേജിനെ നയിച്ചത്? ഓപ്ഷൻ എ ഹന്നിബാൾ, ഓപ്ഷൻ ബി നീറോ, ഓപ്ഷൻ സി സീസർ, ഓപ്ഷൻ ഡി ഫേബിയോസ്. 63. പ്യൂണിക് യുദ്ധത്തിൽ റോമിനെ നയിച്ച നേതാക്കൾ? ഓപ്ഷൻ എ ഫേബിയോസ് സിപ്പിയോ, ഓപ്ഷൻ ബി ഹന്നിബാൾ ഫേബിയോസ്, ഓപ്ഷൻ സി കാഷ്യസ് സിപ്പിയോ, ഓപ്ഷൻ ഡി ക്രാറ്റസ് ലെപ്പിഡസ്. 64. ഗാലിക് യുദ്ധങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻ എ ഫേബിയോസ്, ഓപ്ഷൻ ബി ജൂലിയസ് സീസർ, ഓപ്ഷൻ സി ഹോമർ, ഓപ്ഷൻ ഡി ജസ്റ്റീനിയൻ. 65. വന്നു കണ്ടു കീഴടക്കി എന്നു പറഞ്ഞത് ആര് അല്ലെങ്കിൽ ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ഫേബിയോസ്, ഓപ്ഷൻ ബി ജൂലിയസ് സീസർ, ഓപ്ഷൻ സി ഹോമർ, ഓപ്ഷൻ ഡി ജസ്റ്റീനിയൻ. 66. പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയം? ഓപ്ഷൻ എ കോൺസ്റ്റാന്റിനോപ്പിൾ, ഓപ്ഷൻ ബി അക്കാദമി, ഓപ്ഷൻ സി ലൈസിയം, ഓപ്ഷൻ ഡി ട്രയംവറേറ്റ്. 67. അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയം? ഓപ്ഷൻ എ ലൈസിയം, ഓപ്ഷൻ ബി അക്കാദമി, ഓപ്ഷൻ സി കോൺസ്റ്റാന്റിനോപ്പിൾ, ഓപ്ഷൻ ഡി ട്രയംവറേറ്റ്. 68. ക്രിസ്തുമതം ഔദ്യോഗിക മതമായി അംഗീകരിച്ച ചക്രവർത്തി? ഓപ്ഷൻ എ കോൺസ്റ്റാന്റൈൻ, ഓപ്ഷൻ ബി ജസ്റ്റീനിയൻ, ഓപ്ഷൻ സി ഫേബിയോസ്, ഓപ്ഷൻ ഡി ജൂലിയസ് സീസർ. 68. ലോകത്തിലെ ആദ്യമായി കോൺക്രീറ്റ് മൊസൈക്ക് നിർമ്മാണ വിദ്യയ്ക്ക് ആരംഭം ചെയ്തത്? ഓപ്ഷൻ എ റോമാക്കാർ, ബി ഗ്രീക്കുകാർ, സി മായന്മാർ, ഓപ്ഷൻ ഡി ഇറ്റലിക്കാർ. 69. കോൺസ്റ്റാന്റിനോപ്പിളിലെ പ്രസിദ്ധമായ സെന്റ് സോഫിയ ദേവാലയം നിർമ്മിച്ച ഭരണാധികാരി? ഓപ്ഷൻ എ ജസ്റ്റീനിയൻ, ഓപ്ഷൻ ബി ഹമ്മുറാബി, ഓപ്ഷൻ സി സീസർ, ഓപ്ഷൻ ഡി സിസവേ. 70. റോമിലെ പ്രസിദ്ധനായ പ്രാസംഗികൻ? ഓപ്ഷൻ എ സിസവേ, ഓപ്ഷൻ ബി ഹോമർ, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി പ്ലേറ്റോ. 71. ബൈസാന്റിയൻ സാമ്രാജ്യ സ്ഥാപകൻ? ഓപ്ഷൻ എ ജസ്റ്റീനിയൻ, ഓപ്ഷൻ ബി പ്ലേറ്റോ, ഓപ്ഷൻ സി ഹോമർ, ഓപ്ഷൻ ഡി കോൺസ്റ്റാന്റൈൻ.
72 ബൈസാന്റിയൻ സാമ്രാജ്യത്തിന് തലസ്ഥാനമായി കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റിയ ഭരണാധികാരി. ഓപ്ഷൻ എ നെപ്പോളിയൻ, ഓപ്ഷൻ ബി കോൺസ്റ്റന്റൈൻ, ഓപ്ഷൻ സി അലക്സാണ്ടർ, ഓപ്ഷൻ ഡി സീസർ. 73 കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര്. ഓപ്ഷൻ എ ഇസ്താംബുൾ, ഓപ്ഷൻ ബി കോൺസ്റ്റാന്റിനോപ്പിൾ, ഓപ്ഷൻ സി ബാഗ്ദാദ്, ഓപ്ഷൻ ഡി മ്യാൻമർ. 74 ഇസ്താംബുൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഓപ്ഷൻ എ ഇറാഖ്, ഓപ്ഷൻ ബി ഇറാൻ, ഓപ്ഷൻ സി തുർക്കി, ഓപ്ഷൻ ഡി പാലസ്തീൻ. 75 റോമിന് തീവെച്ച റോമൻ ചക്രവർത്തി. ഓപ്ഷൻ എ നീറോ, ഓപ്ഷൻ ബി സീസർ, ഓപ്ഷൻ സി ജസ്റ്റീനിയൻ, ഓപ്ഷൻ ഡി കോൺസ്റ്റന്റൈൻ. 76 ജൂലിയസ് സീസർ വധിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ എ BC 45, ഓപ്ഷൻ ബി BC 49, ഓപ്ഷൻ സി BC 44, ഓപ്ഷൻ ഡി BC 50. 77 ജൂലിയസ് സീസർ എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത്. ഓപ്ഷൻ എ ഷേക്സ്പിയർ, ഓപ്ഷൻ ബി ഹോമർ, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി പ്ലേറ്റോ. 78 റോമ നഗരം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ റോമുലസ് റീമസ്, ഓപ്ഷൻ ബി ജൂലിയസ് സീസർ, ഓപ്ഷൻ സി ഒക്ടോവിയസ് സീസർ, ഓപ്ഷൻ ഡി സ്പാർട്ടക്കസ്. 79 അടിമ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ റോമക്കാരൻ ആരാണ്? ഓപ്ഷൻ എ സീനോ, ഓപ്ഷൻ ബി ഹന്നിബാൾ, ഓപ്ഷൻ സി സിപ്പിയോ, ഓപ്ഷൻ ഡി സ്പാർട്ടക്കസ്. 80 വീടിന്റെ കാവലാൾ എന്ന നിലയിൽ ഓരോ കുടുംബവും ആരാധിച്ചിരുന്ന ദേവത. ഓപ്ഷൻ എ ജൂപ്പിറ്റർ, ഓപ്ഷൻ ബി മാർസ്, ഓപ്ഷൻ സി വെസ്ത, ഓപ്ഷൻ ഡി ജൂണോ. 81 യുദ്ധവിജയത്തിന് റോമക്കാർ ആരാധിച്ചിരുന്ന ദൈവം. ഓപ്ഷൻ എ ജൂണോ, ഓപ്ഷൻ ബി ജൂപ്പിറ്റർ, ഓപ്ഷൻ സി മാർസ്, ഓപ്ഷൻ ഡി വെസ്ത. 82 7 കുന്നുകളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ റോമ നഗരം അറിയപ്പെടുന്നത് എന്തു പേരിൽ? ഓപ്ഷൻ എ സപ്തശൈല നഗരം, ഓപ്ഷൻ ബി കാർത്തേജ്, ഓപ്ഷൻ സി മെഡിറ്ററേനിയൻ നഗരം, ഓപ്ഷൻ ഡി സപ്തസിന്ധു നഗരം. 83 ലോക ചരിത്രത്തിലെ ആദ്യത്തെ വർഗസമരമായി കരുതപ്പെടുന്നത്. ഓപ്ഷൻ എ പ്യൂണിക് യുദ്ധം, ഓപ്ഷൻ ബി സ്ട്രഗിൾ ഓഫ് ദി ഓർഡേഴ്സ്, ഓപ്ഷൻ സി രണ്ടാം പ്യൂണിക് യുദ്ധം, ഓപ്ഷൻ ഡി മൂന്നാം പ്യൂണിക് യുദ്ധം. 84 റോമക്കാരുടെ ആദ്യ നിയമാവലി അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ 12 ഫലകങ്ങൾ, ഓപ്ഷൻ ബി ലക്സ് ഹോർട്ടൻസ്, ഓപ്ഷൻ സി ലെസീനിയൻ നിയമം, ഓപ്ഷൻ ഡി പ്രകൃതി നിയമം. 85 പ്രകൃതി നിയമം എന്ന ആശയം ഏതു സംസ്കാരത്തിന്റെ മഹനീയമായ നേട്ടങ്ങളിലൊന്നാണ്? ഓപ്ഷൻ എ റോമൻ സംസ്കാരം, ഓപ്ഷൻ ബി ഗ്രീക്ക് സംസ്കാരം, ഓപ്ഷൻ സി മായൻ സംസ്കാരം, ഓപ്ഷൻ ഡി സുമേറിയൻ സംസ്കാരം. 86 റിപ്പബ്ലിക്കൻ എന്ന ആശയം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ ഗ്രീക്ക് സംസ്കാരം, ഓപ്ഷൻ ബി റോമൻ സംസ്കാരം, ഓപ്ഷൻ സി സുമേറിയൻ സംസ്കാരം, ഓപ്ഷൻ ഡി മായൻ സംസ്കാരം. 87 ശസ്ത്രക്രിയയെക്കുറിച്ച് ഗ്രന്ഥമെഴുതിയ ആളാണ്? ഓപ്ഷൻ എ ഗാലൻ, ഓപ്ഷൻ ബി സൽസ്നസ്, ഓപ്ഷൻ സി സിപ്പിയോ, ഓപ്ഷൻ ഡി സ്പാർട്ടക്കസ്. 88 ജൂലിയസ് സീസറെ വധിച്ച സുഹൃത്തുക്കൾ, അതായത് കൊന്ന സുഹൃത്തുക്കൾ എന്നാണ്. ഓപ്ഷൻ എ കാഷ്യസ് ബ്രൂട്ടസ്, ഓപ്ഷൻ ബി സാഫോ വെർജിൻ, ഓപ്ഷൻ സി കലിഗുണ സിപ്പിയോ, ഓപ്ഷൻ ഡി ആന്റണി ലെപ്പിഡസ്. 89 രാജകൊട്ടാരം നിർമ്മിച്ച റോമൻ ചക്രവർത്തി. ഓപ്ഷൻ എ ജൂലിയസ് സീസർ, ഓപ്ഷൻ ബി അഗസ്റ്റസ് സീസർ, ഓപ്ഷൻ സി നീറോ, ഓപ്ഷൻ ഡി വെർജിൻ. 90 റോമൻ ചരിത്രത്തിൽ ആഫ്രിക്കാനസ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ സിപ്പിയോ, ഓപ്ഷൻ ബി വെർജിൻ, ഓപ്ഷൻ സി കലിഗുണ, ഓപ്ഷൻ ഡി ഹാനിബാൾ. 91 ഗ്രീക്ക് സംസ്കാരം ഉടലെടുത്തത് എവിടെയാണ്? മെഡിറ്ററേനിയൻ കടൽ, ഓപ്ഷൻ ബി ടൈബർ നദി, ഓപ്ഷൻ സി ചെങ്കടൽ, ഓപ്ഷൻ ബോസ്ഫോറസ് കടലിടുക്ക്. 92 പ്രാചീന ഇന്ത്യയിൽ ഗ്രീക്കുകാരെ വിളിച്ചിരുന്നത് എന്തെന്നാണ്? ഓപ്ഷൻ എ ഹല്ലന്മാർ, ഓപ്ഷൻ ബി യവനന്മാർ, ഓപ്ഷൻ സി പെട്രീഷ്യന്മാർ, ഓപ്ഷൻ ഡി പ്ലെബിയന്മാർ. 93 ഇടിമണലിന്റെ ദൈവമായി ഗ്രീക്കുകാർ ആരാധിച്ചിരുന്ന ദേവൻ. ഓപ്ഷൻ എ അഥീന, ഓപ്ഷൻ ബി അപ്പോളോ, ഓപ്ഷൻ സി സിയൂസ്, ഓപ്ഷൻ ഡി ജൂപ്പിറ്റർ. 95 ഗ്രീക്കുകാർ ആരാധിച്ചിരുന്ന കലയുടെ ദേവൻ. ഓപ്ഷൻ എ സിയൂസ്, ഓപ്ഷൻ ബി അഥീന, ഓപ്ഷൻ സി അപ്പോളോ, ഓപ്ഷൻ ഡി മാർസ്. 96 ഗ്രീസിലെ സുവർണ്ണ കാലഘട്ടം, ഏതൻസിലെ സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? ഓപ്ഷൻ എ പെരിക്ലിയസിന്റെ കാലഘട്ടം, ഓപ്ഷൻ ബി അലക്സാണ്ടറിന്റെ കാലഘട്ടം, ഓപ്ഷൻ സി സോളന്റെ കാലഘട്ടം, ഓപ്ഷൻ ഡി തിയോഡോഷ്യസിന്റെ കാലഘട്ടം. 97 ജിയോമെട്രിയുടെ പിതാവ്.
ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ബി പൈതഗോറസ്, ഓപ്ഷൻ സി യൂക്ലിഡ്, ഓപ്ഷൻ ഡി ഹോമർ. 98. പാർഥിനോൺ ക്ഷേത്രം പണികഴിപ്പിച്ച ഏതൻസിലെ രാജാവ്? ഓപ്ഷൻ എ പെരിക്ലിയസ്, ഓപ്ഷൻ ബി സോളൻ, ഓപ്ഷൻ സി അലക്സാണ്ടർ, ഓപ്ഷൻ ഡി ഫിലിപ്പ് 2. 99. പാർഥിനോൺ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവത? ഓപ്ഷൻ എ സിയൂസ്, ഓപ്ഷൻ ബി ജൂപ്പിറ്റർ, ഓപ്ഷൻ സി അപ്പോളോ, ഓപ്ഷൻ ഡി അഥീന. 100. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്നത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ യൂക്ലിഡ്, ഓപ്ഷൻ ബി പൈതഗോറസ്, ഓപ്ഷൻ സി ഹോമർ, ഓപ്ഷൻ ഡി പ്ലേറ്റോ. അപ്പോൾ നമ്മൾ 100 ചോദ്യമാണ് ഗ്രീക്കോ റോമൻ സംസ്കാരം എന്ന ഭാഗത്തു നിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. ഓരോരുത്തർക്കും എത്ര മാർക്കാണ് കിട്ടിയെന്നുള്ളത് അതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.